ഹായ്, റഫീഖാണ്. റഫീ മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണപ്പുള്ളിക്കാവിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കൊടുമ്പ് മെയിൻ റോഡിലാണ്. കൊടുമ്പ് മെയിൻ റോഡിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിക്കുള്ള ആകെയുള്ള ദൂരം. ഒരു പുതിയ കണ്ടംപററി സ്റ്റൈൽ വീടാണെന്ന് പരിചയപ്പെടുത്തുന്നത്. 1750 സ്ക്വയർ ഫീറ്റ്, 4.12 സെൻറ്റാണ് ഇതിനകത്ത്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രമേ ഉള്ളൂ. ചിറ്റൂർ മെയിൻ റോഡിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് മണപ്പുള്ളിക്കാവ് വളരെ അടുത്താണ്. ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പറഞ്ഞ ആ പ്രോപ്പർട്ടി നല്ല രീതിയിൽ എല്ലാ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം കഴിഞ്ഞു. ഏകദേശം 99% വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞു. അവിടുന്ന് എങ്ങനെ വന്നാൽ നമുക്കിവിടെ ഒരു വലിയ ഗേറ്റ് കാണാം, അതേപോലെ ഒരു ചെറിയ ഗേറ്റും ഉണ്ട്. ഏകദേശം എല്ലാ പണി ഫിനിഷായി. ഇനി ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് പോളിഷ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ കാണാം എല്ലാ ലൈറ്റുകളും നമ്മളവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വലിയ ഗേറ്റ്, കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കവിടെ ഉണ്ട്. ഇവിടുന്ന് അകത്തോട്ട് കയറിയാൽ ഇൻ്റർലോക്കാണ് ഇതിന്. ഈ ഇൻ്റർലോക്ക് നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ഇൻ്റർലോക്കാണ്. അതിലാണ് നോർമലായിട്ട് ചെയ്തിട്ടുള്ള ഇൻ്റർലോക്കൊന്നുമില്ല. നമുക്ക് താഴത്ത് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി കൂടിയിട്ടുള്ളതാണ്. അതായത് വീടിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊരു സ്പേസാണ്. ഇതിന് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ബോർവെലാണ് ഇപ്പം നിലവിലുള്ളത്. ഇതുണ്ടോ ഈ ഒരു സ്പേസ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയും സ്പേസ് ഇവിടെ ഫ്രണ്ടിലുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്കവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാർ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. അതുപോലെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും അതുപോലെ സ്പേസ് ഉണ്ട്. ചുറ്റുവശത്തും ചെറിയ ചെറിയ സ്പേസ് ഉണ്ട്. നല്ല വെട്രിഫൈഡ് ടൈല് ചെയ്തിട്ടുള്ളതാണ് കംപ്ലീറ്റ് ടൈല്. നല്ല ഇത് അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അതുകൊണ്ട് ആൾ ഒപ്പം നിന്ന് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇവിടെ നോക്കിയാൽ നല്ല ടൈലാണ്. സെയിം സിറ്റൗട്ട്, വലിയൊരു സിറ്റൗട്ടാണ്. വലിയ വലിയ ടൈലുകൾ ഇവിടെ പതിച്ചിട്ടുണ്ട്. നല്ല വർക്ക് തന്നെയാണ്. എല്ലാം തേക്കിൽ തീർത്തിട്ടുള്ള ഒരിതാണ്. നമ്മൾ അകത്തോട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ തേക്കിൽ തീർത്തിട്ടുള്ള ഒരു സുന്ദരമായ വലിയൊരു ഡോറുണ്ട്. വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. റോഡിൽ നിന്ന് 50 മീറ്റർ മാത്രമേ ഉള്ളൂ. മണപ്പുള്ളിക്കാവ് അടുത്താണ്. അതേപോലെ കോട്ടമൈതാനം, നമ്മുടെ മെഡിക്കൽ കോളേജ്, തങ്കം ഹോസ്പിറ്റൽ, ഇതെല്ലാം പരിസരത്താണ്. നല്ല ഫിനിഷിങ് ചെയ്തിട്ടുള്ള ഒരു വീടിൽ നമ്മളിവിടെ നോക്കിയാൽ തന്നെ കാണാം. നല്ല പുട്ടി വർക്കൊക്കെ ചെയ്ത് നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റും എല്ലാം ഇട്ടിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നേരെ പോകേണ്ടത് അകത്തോട്ടാണ്. അപ്പം അകത്തോട്ട് കയറുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ വിശാലമായ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. 99 വർക്ക് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒരു പോളിഷും കഴിഞ്ഞാൽ വീടിൻ്റെ പണി കഴിഞ്ഞു. ഇവിടെ എല്ലാം ജനൽ, അതുപോലെ ഈ ഒരു ഭാഗത്ത് TV വെക്കാനുള്ള ഒരു പോർഷൻ ഇവിടെ കാണാം. റാക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ ഈ ഭാഗത്ത് റാക്ക് ഉണ്ട്. മുകളിൽ അതേ രീതിയിൽ മുകളിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ നല്ല വർക്കുകൾ മുകളിലുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ ആ സ്പേസിൽ നിന്ന് കയറിയാൽ ഇവിടെ ഡൈനിങ് സ്പേസാണ്. ഇതിനകത്ത് 5 ബെഡ്റൂമാണ്. 1, 2, 3, 4 അല്ല, 5 ബെഡ്റൂമുണ്ട്. ഇത്രയും ഒരു സ്പേസ്. ഇവിടുന്ന് നമ്മളവിടെ നേരെ കഴിഞ്ഞാൽ ഒരു ഡൈനിങ് സ്പേസ്. ഇത് മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസ്. 2 ബെഡ്റൂം. ഈ ഒരു ഭാഗം നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ട്. ഇവിടെ നോക്കുന്ന ഒരു വാഷ് ബേസ് നോക്കി തന്നെയാണ് പെരുവേറിൻ്റെ മെറ്റീരിയലാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വില കൂടിയിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അതുപോലെ ടോയ്ലറ്റ് നമുക്കിവിടെ കാണാം. ഇത് കോമൺ ടോയ്ലറ്റാണ്. നമുക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ കോമൺ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടോയ്ലറ്റ് കാണാം. ഈ ലിവിങ് സ്പേസിനോട് ചേർന്നിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ഒരു ബെഡ്റൂം. നേരെ വന്നാൽ ഈ ഭാഗത്തൊരു ബെഡ്റൂം നമുക്കങ്ങനെ കാണാം. നല്ല വീതി വിസ്താരമുള്ള ബെഡ്റൂം തന്നെയാണ്. അങ്ങനെ അതുപോലെ ഈ ഒരു സൈഡ് നമുക്ക് ബാത്റൂം ഇവിടെ ഉണ്ട്. ഇത് ബാത്റൂം. എല്ലാം പെരുവേറിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ബെഡ്റൂമിനകത്തെല്ലാം കബോർഡ് വർക്കുകളുണ്ട്. എല്ലാത്തിനകത്തും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് അടുത്ത വശത്തായിട്ടാണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ആ ബെഡ്റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പൺ കിച്ചൺ കാണാം. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടുത്ത വശം ഇപ്പുറത്ത് ഉള്ളത് അതേ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ്. നല്ല സ്പേസുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും. അതുപോലെ കബോർഡ് വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനകത്തും കബോർഡ് വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മളിവിടെ ഡൈനിങ് സ്പേസ് കണ്ടു. ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നേരെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ നല്ല മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കത് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്കാണ്. അപ്പോൾ ആ രീതി വാസ്തുപ്രകാരം തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ കബോർഡ് വർക്കുകളുണ്ട്. ഇതെല്ലാം കബോർഡ് വർക്കുകൾ ഈ ഭാഗത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൈനിങ് സ്പേസ്. ഇത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ്. നമ്മൾ പുറത്തുനിന്ന് കാണിച്ചിരുന്നു, പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഡോറ്. ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമ്മളിവിടെ ബെഡ്റൂമിൻ്റെ അവിടുന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടേജ്, നമ്മുടെ ഇൻറ്റീരിയർ വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ആ ഒരു ഭാഗത്ത് അല്ലേ. നല്ല വിശാലമായ സ്പേസ് തന്നെയാണ്. 4.12 സെൻറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ 5 ബെഡ്റൂമുണ്ട്. അതേപോലെ ചെറിയൊരു ഹാള് മേലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് മുകളിലോട്ട് കയറി പോകുന്ന സ്റ്റെയർ കേസ് നമുക്കിവിടെ കാണാം. ഇനി മുകളിലുള്ളത് ഇതേ രീതിയിലുള്ള 3 ബെഡ്റൂമാണ്. താഴത്ത് 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമുണ്ട്. അതിൻ്റെ സൗകര്യം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ മേലെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലായാലും എല്ലാം ക്വാളിറ്റി കൂടിയിട്ടുള്ള തിങ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. കാരണം അത് അവരുടെ സ്വന്തം പർപ്പസിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഒരു സ്പേസ് ഹാളുണ്ട് നമുക്ക് കിട്ടുന്നത്. ഇതൊരു ബെഡ്റൂമാണ്. ഇതിനകത്ത് കബോർഡ് വർക്കൊന്നുമില്ല. നമുക്ക് വാങ്ങുന്നവർക്ക് ഒരു കബോർഡ് വർക്കുകളൊക്കെ ഈ ഭാഗത്ത് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. ഇതൊരു ബെഡ്റൂം. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 2 ബെഡ്റൂമാണ്. നമ്മൾ താഴത്ത് കണ്ട അതേ രീതിയിലുള്ള 2 ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, നല്ല വലുപ്പമുണ്ട്. ഇതിനകത്ത് കബോർഡ് വർക്കുകളൊന്നുമില്ല, വാങ്ങിക്കുന്നവർക്ക് അതേമാതിരി ചെയ്യാം. ഈ ഭാഗത്ത് അറ്റാച്ച് ടോയ്ലറ്റ്, എല്ലാം തിങ്സും നല്ല രീതിയിലുള്ള തിങ്സാണ് കംപ്ലീറ്റ് ബാത്റൂമിനകത്തും യൂസ് ചെയ്തില്ല. സ്വന്തം ആവശ്യപ്രകാരം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വില കൂടിയിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ കെട്ടിവെക്കുന്ന ആ ഒരു രീതിയിലുള്ളതല്ല. അതിൻ്റെ തൊട്ടടുത്ത വശത്ത് കിടക്കുന്നതാണ് പിന്നെ ഒരു ബെഡ്റൂം. ഇത് അറ്റാച്ച് ടോയ്ലറ്റ് അല്ല, 2 അറ്റാച്ച് ടോയ്ലറ്റ് അല്ല. നമുക്ക് 2 അറ്റാച്ച് ടോയ്ലറ്റ് അല്ല, 3 അറ്റാച്ച് ടോയ്ലറ്റാണ് അല്ലേ. ഇത്രയും വലുപ്പം, അത്യാവശ്യം നല്ല ബെഡ്റൂം തന്നെ. അവിടെ നിന്ന് നേരെ വന്നാൽ നമ്മൾ കണ്ടു, നമ്മൾ താഴത്തൊരു ബാത്റൂം കണ്ടിരുന്നു. അതേ രീതിയിലുള്ള ഒരു ബാത്റൂം ഇവിടെയുണ്ട്. നമുക്ക് ഗസ്റ്റിനൊക്കെ വന്നാൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് അതേമാതിരി ഒരു റൂമാണ്, ഇങ്ങനെ ഒരു പർപ്പസ് ആയിട്ടുള്ള റൂമാണ്. ഇനി ഇത് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. മേലത്തെ ഒരു ഫ്ലോറ് വാടകയ്ക്ക് കൊടുത്തിട്ട് താഴെ താമസിക്കുന്ന മാതിരി അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് മാതിരി തന്നെ 2 ഫാമിലിക്ക് താമസിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ലോൺ എടുത്തിട്ടാണ് ഇത് വാങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ വാടക ലോണിലൂടെ അടച്ച് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. നല്ല രീതിയിലുള്ള വീടാണ് ഇത്. പുറത്തോട്ട് ഇറങ്ങി നമുക്ക് നേരെ ഇവിടെ ബാൽക്കണിയാണ്. ഇതിൻ്റെ അടുത്തൊക്കെ നിറയെ വീടുകളാണ്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഫുള്ള് വീടുകളാണ്, നല്ല രീതിയിലുള്ള വീടുകളും. അതേപോലെ മേലെ സീലിങ്ങിൽ നോക്കുകയാണെങ്കിലും സീലിങ്ങിലും അതുപോലെ ലൈറ്റും എല്ലാം തന്നെ സീലിംഗ് ഭാഗത്തിട്ടുണ്ട്, ജനലും തന്നെ. ഇതങ്ങനെ വന്നാൽ ഈ ഒരു ഭാഗം നമ്മൾ നേരെ മുകളിലോട്ട് കയറി പോകുന്ന സ്റ്റെയർ കേസാണ്. അപ്പോൾ ഈ നമ്മൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിൽ മണപ്പുള്ളിക്കാവിൻ്റെ അവിടെ നിന്ന് കൊടുമ്പ് റൂട്ടിലുള്ള ചിറ്റൂർ കൊടുമ്പ് റൂട്ടിലുള്ള മെയിൻ റൂട്ടിൽ നിന്നും ഏകദേശം വരും 50 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി. 1750 സ്ക്വയർ ഫീറ്റ്, 4.12 സെൻറ്റാണ്. 99% കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു. ഇനി വേറെ വർക്കുകളൊന്നുമില്ല, പോളിഷ് മാത്രമേ ഉള്ളൂ. ഇത് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ വീടുള്ളത്. ഇതിൻ്റെ പരിസരത്താണ് നമുക്കുള്ളത് മെഡിക്കൽ കോളേജ്, അതേപോലെ ഹൈവേ നിയറസ്റ്റാണ്, പട്ടമൈതാനം, എല്ലാം ഒരുപാട് വീടുകളുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല രീതിയിലുള്ള കണ്ടംപററി സ്റ്റൈൽ വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് 75 ലക്ഷം രൂപയാണ്. ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടുന്ന നമ്പർ 7736350383. അതുപോലെ റഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കിടിലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് പി KD. ബൈ.